നമസ്കാരം ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മുക്കത്തിൻ്റെ ഫെസ്റ്റിവലായിട്ട് മുക്കം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ്. അടിപൊളി പരിപാടിയാണ്. 2025 മുക്കം ഫെസ്റ്റിലാണ് നമ്മളുള്ളത്. അപ്പം നമുക്ക് നോക്കാം. നല്ല മുക്കം ഫെസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കഥകളും ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ മുക്കം ഫെസ്റ്റിലേക്ക് പോകുന്ന വേദിയാണ്. റോട്ടിൽ തന്നെ അലങ്കാരങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുക്കം ഫെസ്റ്റിൻ്റെ കവാടം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി. ഒരുപാട് വണ്ടികളുണ്ട്. പാർക്കിംഗ് കിട്ടാൻ നമ്മൾ ഒരുപാട് ദൂരം പോകേണ്ടി വന്നു. ഒരുപാട് വണ്ടികളും ആളുകളുമായിട്ട് ഭയങ്കര വൻ ജനാവലിയാണ്. ഇതാണ് അതിലേക്കുള്ള ഒരു എൻട്രൻസ് ആയിട്ട് വരുന്നത്. തോരണങ്ങൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടും വളരെയധികം അലങ്കാരം നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒരു സൈഡ് വരുന്നത്. ഇത് നമ്മൾ അതിലേക്കുള്ള എൻ്റർ ചെയ്യുന്ന ഭാഗമാണ്. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന നമ്മൾ മറൈൻ അക്വ ടണലിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയകാലം ഓർമ്മപ്പെടുത്തുന്ന പോലെയുള്ള ഒരു തെരണ്ടിയെ കാണാം. പിന്നെ ഇതാ നല്ല അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ ഒരു പല സൈസിലുള്ള, പല നിറത്തിലുള്ള, പല വിധത്തിലുള്ള മീനുകളെ, പല വലിപ്പത്തിലുള്ള മീനുകളുടെ ഉള്ളിലേക്കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ചുവപ്പും മഞ്ഞയും വെള്ളയും പച്ചയും നീലയും, ഇനി പറയാൻ കളറില്ലാത്ത വിധം മീനുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി വൈബ് തന്നെയാണ്. മറൈൻ അക്വ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഗതി നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അതിലൊക്കെ അപ്പുറം ഒരു രക്ഷയുമില്ല. നമ്മളിതിൻ്റെ ഉള്ളിലാണ് ഇപ്പോഴുള്ളത്. ഇതിപ്പോൾ തികച്ചും നമ്മൾ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്കൂടി നടന്നു പോകുന്ന ഒരു ഫീല് തന്നെയാണുള്ളത്. വളരെ നീണ്ട ഒരു ടണലാണിത്. അനവധി മീനുകളെ നമുക്ക് ഇതിനകത്ത് കാണാമെങ്കിലും ഈ ചെറിയ മീനുകൾ വളരെയധികം കളർഫുള്ളായി എന്ന് തന്നെ നമുക്ക് പറയണം. അടുത്തതായിട്ട് വരുന്നത് വാള, നട്ടർ, അതുപോലെ തന്നെ തിലാപ്പിയ, അങ്ങനെയുള്ള മീനുകളൊക്കെ വലിയ ശേഖരത്തിനുള്ളിൽ കൂടെയാണ്. ഭയങ്കരമായൊരു ഫീലാണ് നമുക്കിത് തരുന്നത്. മീനുകൾ നമുക്ക് ചുറ്റും വലയം ചെയ്തുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് കൂടി സഞ്ചരിക്കുന്ന ഒരു ഫീലോ ഒരു രക്ഷയില്ലാത്തട്ടോ. പല സ്ഥലങ്ങളിൽ നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ മുക്കത്ത് ഇത് ചെയ്തത് ഭയങ്കരമായ ഫീല് അനുഭവപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുപോലെ തന്നെ അടുത്ത സെക്ഷനിൽ നമുക്ക് വരുന്നത് കാർപ്പുകളാണ്, കാർപ്പുകളാണ്. പല വലിപ്പത്തിലുള്ള കാർപ്പുകളാണ് നമുക്ക് മുകളിലേക്ക് കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫീലായിട്ട് കൂട്ടത്തോടെയുള്ള ഇവരുടെ ഈ ഒരു സഞ്ചാരം ഏവർക്കും കൗതുകം നിറക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്തതായിട്ട് ഇതിലും വലിയ മീനുകളുടെ ഒരു ശേഖരം നമുക്ക് കാണാനുണ്ട്. വലിയ മീനുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 അടിയോളം നീളമുള്ള മീനുകളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അലിഗേറ്റർ ഗാർ എന്ന് പറയുന്ന മീനുകളുണ്ട്. അതുപോലെ തന്നെ അരാപ്പൊയ്മ എന്ന് പറയുന്ന മീനുണ്ട്. മനുഷ്യരുടെ അവയവങ്ങൾ വരെ കൈകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന അത്രയും വലിപ്പമുള്ള മീനുകളാണ്. അരാപ്പൊയ്മയുടെയൊക്കെ വലിയ മീനുകൾ നമ്മുടെ മേലെ കൂടി മുകളിലേക്ക് കൂടി സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഇത് വന്നിട്ട് നിർബന്ധമായിട്ട് മസ്റ്റായിട്ട് നിങ്ങളിത് കാണേണ്ട ഒരു സംഗതിയാണ്. കുറച്ച് ദിവസം കൂടി മാത്രമേ ഈ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവുകയുള്ളൂ. 23-ാം തീയതി ഇത് സ്റ്റോപ്പാവും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് കാണണം. ഈ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ അതുപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള മീനുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റി. അതിൻ്റെയൊക്കെ വലിയ ശേഖരങ്ങളാണ് ഉള്ളത്. അതുപോലെ നട്ടർ, പിന്നെ തിലോപ്പിയ, പിന്നെ വാള, അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട്. ഈ ഒരു കുഞ്ഞൻ മീനുകളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കര രസമുള്ള മീനുകളാണ്. ആ ഒരു ചുവപ്പും പച്ചയും മഞ്ഞയും ഒക്കെ കളറിലുള്ള ഒരു മീനെന്ന് പറയുന്നത്. ഇത് പിന്നെ വേറെ വെറൈറ്റി ഒരു മീൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീനിനെ കാണുന്നത്. ഇതൊരു വെറൈറ്റി മീനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു മീനിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ തന്നെ ഇതിൻ്റെ പുള്ളിയിൽ മാറ്റമുള്ള മറ്റൊരു മീനിനെയും കാണാനായിട്ട് പറ്റി.
അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് ഷാർക്കാണ്. വെളുത്ത നിറത്തിലുള്ള സ്രാവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആമ, ഇന്നിപ്പോൾ നമ്മളാരും അങ്ങനെ വലിയ ആമകളെ കാണുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ വലിയ സൈസിലുള്ള ആമയെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റി. ചെറിയ കുട്ടികളുടെയൊക്കെ ആഗ്രഹമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ആമയെ കാണുക എന്നുള്ളത്. അപ്പോൾ അത് കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഒരു കാടാണ്, ഒരു പക്ഷി വളർത്തുന്ന, ഒരു പക്ഷികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട്. അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. പല സ്ഥലത്തും പല രീതിയിലുള്ള പെറ്റ്സിൻ്റെ ഷോയും നമ്മൾ കാണാറുണ്ട്. എങ്കിലും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള അനുഭവമായിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മളൊരു പക്ഷികൾ നിറഞ്ഞ ഒരു കാട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് വളരെ വലുതാണ്. പക്ഷികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാട് എന്ന് തന്നെ വേണം പറയാൻ. ഒരുപാട് നേരം കാണാനായിട്ടുള്ള ഒരുപാട് സമയം കാണാനുള്ള ഒരു സംഗതി ഇവിടെയുണ്ട്. ഈ പക്ഷികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കാട്ടിൽ അവരുടെ കൂടുകളും അവരുടെ മരങ്ങളും അവർ വസിക്കുന്ന വാസസ്ഥലങ്ങളുടെയൊക്കെ അതേ ഫീലിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തികച്ചും ഈ ഒരു ഷോയെ വ്യത്യസ്തമാക്കുന്നുണ്ട്, ഈ ഒരു ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. അത് പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അവർ ഒരു നിരവധിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രാവുകൾ പിജിയനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫെസൻറ്റ് വെറൈറ്റിയിലും അതുപോലെ കോഴികളുമൊക്കെ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്പീഷീസുകളെ അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലവ് ബേഡ്സുകളും പിന്നെ അതുപോലെ ബഡ്ജരികാറും പിന്നെ അതുപോലെ തന്നെയുള്ള ഇഗ്വാനകളൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്. പിന്നെ അതുപോലെ കൊഞ്ഞൂറ് വെറൈറ്റിയിൽപ്പെട്ട ധാരാളം ബേഡുകളുണ്ട്. പിന്നെ അതുപോലെ ഹോങ്കറോമോ ബഡ്ജരി ഉണ്ട്. നിരവധി ആളുകളുടെ സാഗരമാണ് എന്ന് തന്നെ നമുക്ക് വേണം പറയാൻ. അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു ഫീൽ, ഇതൊരു ഭയങ്കര ഫീലാണ്. അതായത് രാത്രി കാലങ്ങളിൽ ബേഡ്സുകൾ ഉറങ്ങുന്ന ഈ ഒരു സീൻ, ഇതൊക്കെ നമുക്ക് വളരെയധികം ആവേശം നൽകുന്ന, അല്ലെങ്കിൽ നമ്മൾക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. മരച്ചില്ലകളിൽ ബേഡ്സ് അന്തി ഉറങ്ങുന്ന ഈ ഒരു കാഴ്ചയൊക്കെ നമുക്ക് വളരെയധികം രസകരമായിട്ടും നമുക്കതൊരു പുതിയ അനുഭവമായിട്ടും ഫീൽ ചെയ്തു എന്നുള്ളതാണ്. പലരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം രാത്രി കാലങ്ങളിൽ പക്ഷികൾ ഉറങ്ങുന്ന ഇതുപോലെയുള്ള ഒരു കാഴ്ച പല ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. പല സ്ഥലങ്ങളിലും ഇതുപോലെ ബേഡ്സ് ഉറങ്ങുന്നത് വലിയ വലിയ മരങ്ങളിലായതുകൊണ്ട് തന്നെ നമുക്ക് താഴെ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ലോറി വെറൈറ്റിയിൽപ്പെട്ടിട്ടുള്ള ബ്ലാക്ക് ക്യാപ്പ് ലോറി, അതുപോലെ തന്നെ റെഡ് ലോറി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്കിതിൽ ഫോട്ടോ സെക്ഷൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട്. അവിടെ നമുക്ക് മക്കാവോ, അതുപോലെ തന്നെ ഇഗ്വാന, അതുപോലെ തന്നെ പൈത്തൺ, ഈ 3 ഐറ്റം സാധനങ്ങളെ അവർ നമുക്ക് കയ്യിൽ വെച്ചിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനുമുള്ള സാഹചര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നി. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവോ ആണ് അവർ ചെയ്തിട്ടുള്ളത്. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കായുടെ ഒരു പെയർ തന്നെ ഷോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഇഗ്വാനയുടെ വളരെ വലിയ വെറൈറ്റി, വലിയ സൈസിലുള്ള ഇഗ്വാനയും നമുക്ക് ഈ ഫെസ്റ്റിവലിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പെസൻറ്റിൻ്റെ പല വെറൈറ്റി സംഗതികളും ഇതിലുണ്ട്. അവർ കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഗതിയാണ്. കാട്ടിൽ ബേർഡ് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഈ ഒരു സംഗതി നമുക്ക് അത് വളരെ വളരെ രസകരമായിട്ടും വളരെ കൃത്യമായിട്ടും ചെയ്യാൻ ഈ ഫെസ്റ്റിവലിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും. പിന്നെ ഇഗ്വാനയുടെ വലിയ സൈസിലുള്ള ഒരു 6-7 വയസ്സ് പ്രായമുള്ള വലിയ ഇഗ്വാന, ഒരു ഫീമെയിലിനെ നമുക്കവിടെ കാണാനായിട്ട് പറ്റി. ഗ്രീൻ ഇഗ്വാനയാണ്.
അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ഫെസൻറ്റ് ഷോയിൽ ഉണ്ടായിരുന്നു. പിന്നെ കൊനൂർ വെറൈറ്റിയിൽപ്പെട്ട സൺ കൊനൂർ ഷോയിലുണ്ട്. അതുപോലെ തന്നെ ഈ ബഡ്ജീസാണ് ഒരു രക്ഷയുമില്ലാതെ അവരുടെ പാർപ്പിടങ്ങളും അവരുടെ രാത്രി സമയത്ത് ഉറങ്ങാനുള്ള സ്പേസ്, ഓരോരുത്തരും അവരുടെ സ്പേസ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാനുള്ള ഈ ഒരു കാഴ്ച അതൊരു ഭയങ്കരമായ ഫീലിംഗ് ആയിരുന്നു നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പല ബഡ്ജീസും അപ്പോഴും ഫുഡ് കഴിക്കുന്ന അതുമുണ്ട്. അവരുടെ ആ ഒരു പേടിയില്ലാതെ ധൈര്യമായിട്ട് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ധൈര്യം അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ പല തരത്തിലുള്ള കച്ചവടക്കാർ ആ ഷോയിൽ ഫെസ്റ്റിവലിൽ ഉണ്ടെങ്കിലും ഈ ഒരു കച്ചവടക്കാരനെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആളൊരു ഭയങ്കര രസികൻ തന്നെ. ഞാൻ പറയുകയും ചെയ്തു, നിങ്ങളുടെ വീഡിയോ ഞാൻ എന്തായാലും ഇടുമെന്ന് പറയുകയും ചെയ്തു. പിന്നെ പലതരത്തിലുള്ള വിത്തുകളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഫെസ്റ്റിവലിൽ പലതരത്തിലുള്ള കച്ചവടമുണ്ടെങ്കിലും നമ്മൾ എണ്ണപ്പെട്ട ചില കച്ചവടങ്ങൾ മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കോർട്ടിനായിട്ട് പലതരത്തിലുള്ള ഫുഡുകളും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ലഭിക്കുന്ന പലതരത്തിലുള്ള സ്റ്റാളുകളും നമുക്കവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. പല 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 വെറൈറ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു ഫുഡിൻ്റെ കോട്ട് തന്നെ നമുക്കവിടെ കാണാനുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് പല 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 റൈഡുകളും അതുപോലെ തന്നെ നിരവധി കലാകാരന്മാരെ അണിനിരത്തി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സ്റ്റേജും നമുക്കവിടെ കാണാനായിട്ട് ഫെസ്റ്റിവലിനെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. പല കലാകാരികളുടെയും നാടകങ്ങളൊക്കെ ഷോയിൽ സമയാസമയം പല രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേ മറിയ എന്ന് പറയുന്ന ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ വന്നിട്ടുണ്ടായിരുന്നത്. നാടകങ്ങളൊക്കെ ഇന്ന് ഓർമ്മകൾ മാത്രമായി നിലനിൽക്കുമ്പോൾ ഇതൊരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നാടകം നേരിട്ട് കാണുക എന്നുള്ളത് പല ആളുകളുടെയും ആഗ്രഹമായി തുടങ്ങുന്ന കാലമാണിന്ന്. ഒറ്റയാൾ പോരാട്ടം എന്നുള്ള രീതിയിലാണെങ്കിലും നാടകം വളരെയധികം ആളുകളെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള ഒരു നാടകമായി, വളരെ അർത്ഥവത്തായ നാടകമായി എന്ന് വേണമെങ്കിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വളരെ കാലത്തെ ആഗ്രഹമാണ് ഈ യന്ത്ര ഊഞ്ഞാലയിൽ കയറുക എന്നുള്ളത്. ആ ആഗ്രഹം നിറവേറ്റാനും വേണ്ടിയിട്ട് നമ്മൾ 2 ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെന്ത് ചെയ്തു, യന്ത്ര ഊഞ്ഞാലയുടെ അടുത്തേക്ക് നീങ്ങി അതിൻ്റെ ആ ഒരു ഉയരത്തിലേക്ക് കയറി നിന്നു. അടുത്ത ഊഴം നമ്മളുടേതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു ഹൈറ്റും അതിൻ്റെ ആ ഒരു സ്പീഡും കറങ്ങുന്ന സ്പീഡും ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പേടി ഉണ്ട്. എന്നിരുന്നാലും എല്ലാവിധ ധൈര്യങ്ങളും ഉള്ളിൽ ആവാഹിച്ചുകൊണ്ട് അടുത്ത ഊഴത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള റൈഡുകളുമുണ്ട്. ആകാശ തോണി അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള തീവണ്ടികളോ പിന്നെ പല റൈഡുകളുടെയും പേര് പറയാൻ അറിയില്ല. എന്നിരുന്നാലും പിന്നെ മരണക്കിണർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല റൈഡുകളും ആളുകളുടെ ആവേശം ഇരട്ടിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് ഫെസ്റ്റിവലിൽ ഉണ്ട്. എന്നാലും ഈ ഒരു മരണക്കിണറിൻ്റെ ഈ ഒരു ഫീൽ അതൊന്ന് ഉൾക്കൊള്ളണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ടിക്കറ്റ് എടുത്തു, മരണക്കിണറിനുള്ളിൽ കയറി. സംഗതി വളരെയധികം സ്പീഡിൽ പതുക്കെ കറങ്ങാൻ തുടങ്ങി ഏറ്റവും ടോപ്പിലെത്തിയിട്ട് അവരൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കി. പക്ഷേ ആ ഒരു സമയത്ത് ഒരു ഫീൽ ഉണ്ടല്ലോ, രോമൊക്കെ ഇട്ട് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പതുക്കെ താഴേക്ക് ഇറങ്ങി. പിന്നെ അത് ഒന്നും കൂടെ മേലേക്ക് തന്നെ പൊങ്ങി
പൊങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ആ ഒരു കഞ്ചുകമായിട്ടുള്ള അവസ്ഥ ഒരു വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ആദ്യത്തെ 2 റൗണ്ടൊന്നും പേടി അത്ര ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നെ പേടിയൊക്കെ കൂടൽ തുടങ്ങി. കാരണം ഇതിൻ്റെ സ്പീഡ് കൂടൽ തുടങ്ങി. നമ്മൾ താഴേക്ക് വരുന്ന സമയത്തുണ്ടാകുന്ന ഒരവസ്ഥ ഒന്നും പറയാനില്ല, വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ എനിക്ക് തോന്നി മൊബൈൽ പിടിച്ചു വെച്ചില്ലെങ്കിൽ, മൊബൈൽ കീശയിൽ ഇട്ടില്ലെങ്കിൽ മൊബൈലല്ല ഞാൻ അടക്കിണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ നമ്മളത് ഓഫാക്കിപ്പോയി. അപ്പോൾ ഓക്കെ. അതുപോലെ തന്നെ പിന്നെ വയനാട്ടിൽ നിന്നുള്ള ഒരു കലാകാരിയുടെ ഒരു ബംഗാളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഭാഷയിലുള്ള ഒരു സോങ്ങൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഒരു ചേച്ചിയുടെ നല്ല പരിപാടിയാണത്. നല്ല രീതിയിലുള്ള അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി. അതുപോലെ തന്നെ പിന്നെ ഈ ഷോയുടെ മൊത്തത്തിലുള്ള മൊത്തം ടോട്ടൽ എന്ന് പറയുന്നത് ഈ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും മുക്കത്തിലുള്ള നടക്കുന്ന 23-ാം തീയതി വരെയുള്ള ഈ ഒരു ഫെസ്റ്റിവലിൽ എല്ലാവരും ഭാഗവാക്കാവണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ നിർബന്ധമായിട്ടും അത് ഷോ ഒന്ന് വാച്ച് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ.